ആഘോഷങ്ങളിൽ മുസ്ലിം സ്ത്രീകൾ എങ്ങനെ പങ്കെടുക്കണമെന്ന കാര്യം വിവാദമാക്കുകയാണ് ഒരു വിഭാഗം. ഈ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ അതിര് കടക്കരുതെന്ന നിലപാട് വ്യക്തമാക്കി സമസ്ത AP വിഭാഗവും രംഗത്തെത്തി. ഇസ്ലാമിക മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അന്യ പുരുഷന്മാർക്കിടയിൽ യുവതികളെ പ്രദർശിപ്പിക്കുന്നത് അനുവദനീയമല്ല. സ്ത്രീകളുടെ വസ്ത്രധാരണവും ആഘോഷവും എങ്ങനെ വേണമെന്ന് ഈ മത നേതൃത്വം തീരുമാനിക്കണോ എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. ആ ചോദ്യത്തോട് പ്രേക്ഷകരുടെ പ്രതികരണം വരുന്നുണ്ട്. ആ പ്രതികരണത്തിലേക്ക്. അന്യപുരുഷന്മാർക്കിടയിൽ സ്ത്രീകളെ പ്രദർശിപ്പിക്കരുതെന്നും മുസ്ലിം സംഘടനകളുടെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടണമെന്നുമാണ് AP വിഭാഗത്തിൻ്റെ അഭിപ്രായം. യഥാർത്ഥത്തിൽ വസ്ത്രധാരണത്തിൽ ഇസ്ലാം സംഘടനകളും മതസംഘടനകളും ഇടപെടുന്നത് ശരിയാണോ? ജനങ്ങൾ പറയട്ടെ. വ്യക്തികൾ ഒരു സ്വയം തീരുമാനിക്കണം, മതങ്ങളല്ലല്ലോ. മതങ്ങൾ സ്വീകരിക്കും, പറയാണ് അതിടണം എന്ന് അറിയുന്നില്ല. ഒരു വ്യക്തിക്ക് അതിൻ്റെതായ തീരുമാനമുണ്ട്. ആ തീരുമാനത്തിനനുസരിച്ച് ഞാൻ അതിൻ്റെ ഒരു അഭിപ്രായക്കാരനാണ്. ഏത് മതമായാലും അല്ല, അത് അവരൊരു ഇഷ്ടമല്ലേ, ഓരോരോ വ്യക്തികളായിട്ടുള്ള താല്പര്യം. അതാണ് ഞാനും ഇതാക്കുന്നത്. അവരുടെ ഇഷ്ടത്തിന് അവർ ഡ്രസ്സിങ് ചെയ്യുക. സന്ദർഭം കൂടി സാഹചര്യം കൂടി നോക്കിയിട്ടുള്ളതാവണം. എന്ന് വെച്ചാൽ നമുക്ക് എന്തും ധരിക്കാന്നുള്ള ഒരു ഇതിലേക്ക് ഇതാവാറ്. വീട്ടുകാരുടെ ആയാലും പുറത്തിറങ്ങുമ്പോൾ എന്ത് ഇതായിട്ടുള്ള ഇതിലാക്കണം എന്നാണ് എൻ്റെ ഒരു ഇത്. ഓരോ മതത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് അത് കുറേ കാലങ്ങളായിട്ട് ഉണ്ടായി വരുന്നത്. ഇപ്പോൾ അത് ഇവോൾവ് ആവുന്നുണ്ട്, മാറി വരുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് താല്പര്യമില്ലെങ്കിൽ ആൾക്കാർ മാറ്റി പുതിയ റിഫോംസ് കൊണ്ടുവരും. അതൊരു എവല്യൂഷൻ പോലെ ഇവോൾവ് ആയി വരുമ്പോൾ പിന്നെ ആദ്യമൊക്കെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ആൾക്കാർ അത് യൂസ്ഡ് ആയി വരുമ്പോൾ അതൊരു കോമൺ തിങ്ങായി മാറും. വ്യക്തിപരമായ അഭിപ്രായത്തിൽ ധരിക്കുന്നത് നല്ലതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പിന്നെ ഓരോരോ മതത്തിൻ്റെതായ അവരുടേതായ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് അവർ ധരിച്ചോട്ടെ. ഓരോരുത്തരും അതിൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. ഡ്രസ്സിന് നല്ലതിൻ്റെ അഭിപ്രായം. അത് ഓരോരുത്തർക്കും ഓരോ ചിന്താഗതി. കാരണം പണ്ടത്തെ ആൾക്കാരുടെ ജീവിതവും ഇപ്പോഴത്തെ ആൾക്കാരുടെ ജീവിതം നല്ല മാറ്റമുണ്ട്. പണ്ടത്തെ ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. അതവർ ആ കാലഘട്ടത്തിൽ അവരങ്ങനെ ജനിച്ചു വന്നുകൊണ്ട് പറയണമെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാരെന്തായാലും അതിനെ അനുകൂലിക്കും എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാവരും അവനവൻ്റെ സ്വാതന്ത്ര്യമാണ്, അവരെന്ത് ധരിക്കണം എന്ത് ചെയ്യണം എന്നുള്ളത്. വസ്ത്രം ധരിക്കുന്നത് നമ്മളെ ഇഷ്ടമാണ്. അല്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന പോലെ ആവില്ലേ? അതല്ലല്ലോ. അത് കാണുന്നവർക്കാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതിൽ മോശമായിട്ട് തോന്നുന്നതും. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് നമുക്ക് ഒരു കംഫർട്ട് ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കുന്നത്. നമ്മൾ വസ്ത്രം ധരിക്കണത് നമ്മളെ ഇഷ്ടമല്ലേ, മറ്റുള്ളവരെ ഇഷ്ടമല്ലല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഡ്രസ്സ് ധരിക്കണത്. വസ്ത്രം ഏത് വേണം, അത് എങ്ങനെ ധരിക്കണം, അത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അത് തന്നെയാണ് ഓരോരുത്തരിൽ നിന്നും ഉയരുന്ന അഭിപ്രായവും. ശാന്തകുമാർ വള്ളാല, ന്യൂസ് മലയാളം, മലപ്പുറം.